നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്ന് വരാഹിയമ്മയുടെ ദിവസം, പഞ്ചമി തിഥി, തേയ്പ്പിറ പഞ്ചമി. തിഥി ടൈമിങ്സ് പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ന് ഓഗസ്റ്റ് മാസം 13 ബുധനാഴ്ച രാവിലെ 8:39 AM തുടങ്ങി നാളെ വ്യാഴാഴ്ച ഓഗസ്റ്റ് മാസം 14 രാവിലെ 6:24 AM വരെയാണ് പഞ്ചമി തിഥി ഇരിക്കുന്നത്. 6:25 AM മുതൽ ഷഷ്ടി സ്റ്റാർട്ട് ആവും. ഇന്ന് ബുധനാഴ്ചയും പഞ്ചമിതിഥിയും ചേർന്ന് വരുന്നതിനാല് മുരുക ഭഗവാനും വരാഹിയമ്മനിക്കും ഉദന്ത നാള്. ഇന്നത്തെ വീഡിയോയിൽ എന്താച്ചാല് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു താന്ത്രിക വഴിപാട്. ഇത് വന്നിട്ട് നമുക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ല, പഞ്ചമി തിഥിക്കും അഷ്ടമി, അമാവാസ്യ, പൗർണമി എന്നീ നാളുകളിലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ താന്ത്രികം. പഞ്ചമി തിഥിയും ബുധനാഴ്ചയും ഒന്നിച്ചു ചേർന്ന് വരുന്നതിനാല് ഇന്നത്തെ ഈ വഴിപാട് ആരും മിസ് ചെയ്യാതിരിക്കുക. ഇന്നിത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ബുധനാഴ്ച, ശനിയാഴ്ച എന്നീ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാസത്തിൽ ഒരു ദിവസം ചെയ്താൽ മതിയാവും. ബുധൻ, ശനി, പഞ്ചമി ദിവസങ്ങളിൽ ഇത് ചെയ്യുക എന്നത് ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. ഇത് വന്നിട്ട് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മേലെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ബലം കൊണ്ടുതരും. ശരിയാ? ഇതിനു വേണ്ടിയ പൊരുൾ ഏതെന്ന് നോക്കിയാല്, നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സാധാരണ കടുക്, അതും ഒരേ ഒരു സ്പൂൺ മതി. 1 ടേബിൾ സ്പൂൺ കടുക് ഇരുന്നാലേ മതി. പല വിഷയങ്ങള് നിങ്ങൾ വർഷക്കണക്കിനായിട്ട് നടക്കുന്നില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ 1 സ്പൂൺ കടുക് കണ്ട് സാധിച്ചു കിട്ടും. ഇന്ന് ഈ പഞ്ചമി തിഥിയില് നിങ്ങൾ വരാഹി അമ്മനിക്ക് മുന്നേ ഇത് ചെയ്താല് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരികയേ ഇല്ല. അമ്മ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളും. പൊതുവെ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കടുക്, അതായത് സാധാരണ കടുക് ആയാലും ശരി, വൈറ്റ് കടുക്, വെൺകടുക് എന്ന് പറയും, വെള്ളക്കടുക് ആയാലും ശരി, കഷ്ടങ്ങളെ നമ്മുടെ അടുത്ത് നിന്നും അകറ്റിവിടാനുള്ള ശക്തി ഒത്തിരി ഉള്ളവ. വെൺകടുക് വന്നിട്ട് അതിൽ നമ്മൾ ദീപം വയ്ക്കും. മാത്രമല്ല, സാമ്പ്രാണി കത്തിക്കാനും വെൺകടുക് യൂസ് ചെയ്യും. അത് ഇട്ട ഉടനെ തന്നെ പടപടാന്ന് പൊട്ടും. അങ്ങനെ പടപടാ പൊട്ടുമ്പോൾ ശത്രുക്കളുടെ കൺദൃഷ്ടി, അവരോടെ സ്റ്റൊമക് ബേണിങ്, ദാറ്റ് മീൻസ് വയറെരിച്ചില്, അസൂയ എല്ലാമേ പൊടി പൊടിയാ നമ്മൾക്കിട്ട ഇരുന്ന് മാറിക്കിട്ടും എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത്. ഭൈരവസ്വാമികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊരുളാണ് വെൺകടുക്. വെൺകടുക് ദീപം നമ്മൾ അഷ്ടമി ദിവസങ്ങളിൽ കത്തിക്കാറുണ്ട്. ഭയങ്കര പവർഫുൾ ആണ്. അതുമാതിരി തന്നെ നമ്മൾ പഞ്ചമി ദിവസവും വെൺകടുക് ദീപം കത്തിക്കാറുണ്ട്. നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കടുക് ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഉള്ളത്. അത് വന്നിട്ട് നമ്മൾ കടുക് എന്നത് ഡയറക്റ്റ് കടുകായിട്ട് യൂസ് ചെയ്യില്ല. മസ്റ്റാർഡ് ഓയിൽ ഇരിക്കുംല്ലേ, കടുകെണ്ണ, അത് വന്നിട്ട് നമ്മൾ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യും. ഇപ്പൊ അറിയാലോ, മനസ്സിലായല്ലോ. അതായത് ബോഡി വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളവര് ഈ കടുകെണ്ണ കൂടെ കുക്കിങ്ങിന് യൂസ് ചെയ്യാം. നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു വരും. കാരണം ഇതില് ഫാറ്റ് കണ്ടന്റ് വെരി ലെസ്. മസ്റ്റാർഡ് ഓയിലില് ആന്റി ഫംഗൽ പ്രോപ്പർട്ടി നിറയെ ഇരിക്കുന്നുണ്ട്. സോ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അനാവശ്യ ഫാറ്റ് എല്ലാം മാറിക്കിട്ടും. ശരിയാ? പിന്നെ നമ്മൾ ഈ കടുക് താന്ത്രികത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തൊഴിലിരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇമ്മീഡിയറ്റ്ലി തീർന്നു പോകും. അത് മാത്രമല്ല, ഒരു പൊരുൾ നിറയെ നാള് കെട്ടുപോകാതെ ഇരിക്കണമില്ലേ, അതിന് ഈ കടുക് ഓയിൽ ഒരു പ്രിസർവേറ്റീവ് മാതിരി യൂസ് ചെയ്യാവുന്നതാണ്.
ആ പൊരുൾ അപ്പോൾ കെട്ടുപോകാതെ പല വർഷങ്ങളിരിക്കും. അത് നമ്മൾ കടുക് ഓയിൽ യൂസ് ചെയ്യുന്നതിനാലെ. ശരിയാ? ഇപ്പോ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് മുറയിൽ നമ്മൾ ഇത് ഉപയോഗിക്കണം അത് നമുക്ക് നോക്കാം. വരൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഈ കടുക് വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാല് ഒരേ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ബട്ട് ആ മെത്തേഡ് നിങ്ങൾ 2 വിഷയങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ആ 2 വിഷയങ്ങൾ, ആ 2 പ്രോബ്ലംസ് വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതോ ഒരു സന്ദർഭത്തിൽ വന്ന് നമ്മൾക്കത് സോർട്ട് ഔട്ട് ആവും. ശരിയാ? ഏതെല്ലാം കാര്യത്തിനായിട്ട് ഇത് വന്ന് യൂസ് ചെയ്യാം എന്ന് ചോദിച്ചാല് നമ്മളെ വന്ന് ജീവിക്കാനേ വിടുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മളെ നശിപ്പിക്കണം. ഇവർ മുന്നോട്ട് വരാനേ പാടില്ല, വളരാനേ പാടില്ല. അങ്ങനെ കരുതുന്ന ഒരു ചില ശത്രുക്കള്, എതിരാളികൾ നമുക്ക് ഇരിക്കുംല്ലേ. നമുക്കത് അറിയുന്നവരും ഉണ്ടാകാം, അറിയാത്തവരും ഉണ്ടാകാം. മുന്നോട്ട് പോയാല് അത് അവർക്ക് ബുദ്ധിമുട്ട് എന്ന് തോന്നി നമ്മൾ മുന്നോട്ട് പോകുന്നത് നശിപ്പിക്കണം, നശിച്ചു പോകണം എന്ന് കരുതുന്ന ശത്രുക്കള്. ഓരോരോ ബാഡ് എതിരികൾ വന്നിട്ട്, ശത്രുക്കൾ വന്നിട്ട് ഫസ്റ്റ് ലെവലായിട്ടും സെക്കൻഡ് ലെവലായിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. ചില പേർ വന്നിട്ട് ജസ്റ്റ് നമ്മളെ നോക്കിയിട്ട് ദീർഘശ്വാസം വിട്ടിട്ട് പോണ അളവിന് ഇരിക്കും. പക്ഷേ ഒരു ചില പേർ വന്നിട്ട് നമ്മുടെ കൂടവേ ഇരുന്നിട്ട് നമ്മളുടെ കൂടെ നമ്മുടെ നല്ലതിന് വേണ്ടി സംസാരിക്കും. എന്നിട്ട് നമ്മുടെ പിന്നിൽ നിന്നിട്ട് ഇവർ എപ്പോ വീഴും, എപ്പോ നശിക്കും എന്ന് മാത്രമല്ല നമ്മളെ പറ്റി തെറ്റായ വിഷയങ്ങളിൽ മറ്റൊരാളോട് പറഞ്ഞു പരത്തുകയും ചെയ്യും. ഇനി 3rd ലെവൽ മീൻസ് നിന്നെ ഫസ്റ്റ് നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതാണ് എൻ്റെ അജണ്ട. എനക്ക് മേലെ നീ വന്ന് ഇരിക്കാൻ പാടില്ല. നിന്റെ ഇടമറിയാതെ നിന്നെ ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്വസ്ഥത കിട്ടുകയുള്ളൂ. ഒരു സൈക്കോ ക്യാരക്ടർ മാതിരി. അങ്ങനെയൊക്കെ പലരുടെ ജീവിതത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അത്തരക്കാര് വന്നിട്ട് ഏതളവിന് പോകുമെന്നാല് ആളുടെ ജീവൻ പോകണം. ക്ഷുദ്രപ്രയോഗങ്ങൾ വെച്ചിട്ട് ആ ലെവലിൽ അവർ പോകും. എന്നോട് പണം എത്ര പോയാലും എനിക്ക് എന്ത് പ്രോബ്ലവും ഇല്ല, എന്നാല് നീ വന്ന് നശിച്ച് നാരായ പേരാകണം, നല്ലതായിട്ട് ഇരിക്കാനേ പാടില്ല, അങ്ങനെ കരുതുന്നവര്. സോ ഇങ്ങനെയുള്ള എതിരികൾ, ദ്രോഹികള്, ശത്രുക്കള്, ഇവരുടെ എല്ലാ മോശപ്പെട്ട ബ്ലാക്ക് മാജിക് വന്ന് അടക്കാനും അതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മള് പുറത്തു വരാനും, നമ്മൾ മാത്രമല്ല നമ്മളുടെ കുടുംബവും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരും രക്ഷപ്പെട്ട് നന്നായിരിക്കാനും വേണ്ടി, അതിനു വേണ്ടിയിട്ട് വരാഹിയമ്മനക്ക് മുന്നേ നന്നായിട്ട് പ്രേ ചെയ്തിട്ട് ഇന്ന് ഈ പഞ്ചമി തിഥിയിൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്തോളുക. ഇത് നിങ്ങൾ വീക്കിലി ചെയ്യുകയും ചെയ്യാം, കുഴപ്പമില്ല. മന്ത്ലി ഒരു ദിവസം ചെയ്താലും മതിയാകും. അത് പഞ്ചമി തിഥി അല്ല അന്ന് പറ്റാത്തവർക്ക് ബുധനാഴ്ചയോ അതുമല്ല എങ്കിൽ ശനിയാഴ്ചയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സമയം വന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് മേലെ, നേരെ ഇരുട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ താന്ത്രിക വഴിപാട് ചെയ്യുന്നത് എന്നത് നമുക്ക് ശത്രുശല്യം മാറിക്കിട്ടും എന്നത് മാത്രമല്ല, നമുക്ക് മെന്റലി ഒരു സ്ട്രെങ്ത് കിട്ടുന്നതിനും കയ്യിൽ പൈസ വരുന്നതിനും ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ പറയാം. മാത്രമല്ല നമ്മുടെ എതിരാളികളുടെ ആട്ടത്തെ ടോട്ടലി അത് നിർത്തും. ഒരു ഫുൾ സ്റ്റോപ്പ് അവർക്ക് വയ്ക്കണം. അതായാലും ഓക്കെ. ഇത് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ ശത്രു എന്നല്ല. ഇപ്പൊ നമുക്ക് എത്ര ശത്രു ഉണ്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് മനസ്സിൽ കരുതി ഇത് ചെയ്യാവുന്നതാണ്. അറിയുന്നവരെ മനസ്സിൽ കരുതുക, ഇല്ലാത്തവരെ എനിക്കുള്ള ശത്രുക്കളെല്ലാം മാറിപ്പോകണം എന്ന് കരുതുക. ശരിയാ? മനസ്സിലായല്ലോ? പിന്നെ ഈ ശത്രുക്കളുടെ കാര്യം പറയുമ്പോൾ ഒരു ചില പേർ വന്നിട്ട് നമ്മളുടെ സ്വന്തക്കാരായിരിക്കും, നമ്മളുടെ വീട്ടുകാരായിരിക്കും. എന്നാല് സ്വന്തമായതിനാല് നമ്മൾ ഓപ്പൺ ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനോ പറയാനോ പറ്റില്ല, ബന്ധമില്ലാതാവും. പറഞ്ഞാല് അതിനാലെ വേറെ പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഉണ്ടാവും. അതോടെ സൈഡ് എഫക്റ്റ് വന്നിട്ട് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. സോ
കക്കാനും വയ്യ വിഴുങ്ങാനും വയ്യ എന്ന ഒരു അവസ്ഥയിൽ ചില പേർ ഇരിക്കുന്നുണ്ട് ഇല്ലേ? സോ അങ്ങനെ ഉള്ളവര് ഈ മെത്തേഡ് വന്നിട്ട് ധാരാളമായിട്ട് ഫോളോ ചെയ്യൂ. സോ അങ്ങനെയുള്ളവര് ഈ മെത്തേഡ് വന്നിട്ട് ധാരാളമായിട്ട് ഫോളോ ചെയ്തോളുക. ശരിയാ? മാത്രല്ല ഇത് വേറൊരു പ്രശ്നത്തിനും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി, നമ്മോട് സംസാരിക്കുന്നില്ല, യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല. അവര് പഴയ പോലെ നമ്മളോട് തിരിച്ചു വരണം, സ്നേഹം കാണിക്കണം, സംസാരിക്കണം, കൂടെ ചേരണം, ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് വരണം എന്നതിനായിട്ട് നമ്മൾ ഈ കടുക് ധാരാളമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ കടുകിന് വന്നിട്ട് അത്രയ്ക്കും കയ്യിന്മേൽ ശക്തി ഇരിപ്പുണ്ട്. കടുക് പൊട്ടിയാലും കാരം കുറയില്ല എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? അത് മുതിർന്നവർ പറയാറുണ്ട്. സോ ആ കടുകിൽ ചുറ്റിച്ചിടുന്നത് ഉൾപ്പെടെ, സോ കടുക് വന്നിട്ട് പിന്നെ നമുക്ക് ദൃഷ്ടി എടുക്കാനും ചുറ്റിച്ചിടാനും ഒക്കെ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോ ഹസ്ബൻഡ് വൈഫ് ഒരാള് പിരിയാൻ ആഗ്രഹിക്കുന്നു രണ്ടുപേർക്കിടയിൽ, എന്നാൽ മറ്റൊരാൾക്കാണെങ്കിലോ പിരിയേ വേണ്ട, ചേർന്ന് ജീവിക്കാനേ അവർക്ക് ആഗ്രഹം, ചേർന്ന് ജീവിച്ചാലും മതി. എന്നാൽ അവർക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല, ഡിവോഴ്സ് വരേക്കും പ്രോബ്ലം പോയാച്ച്. അങ്ങനെയൊക്കെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഈ കടുക് താന്ത്രികം ഓരോരോ ഈ പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്താൽ നല്ല മാറ്റം വരും നിങ്ങൾക്ക്. നിങ്ങളത് ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഒരു പരിപാവനമായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ചില പാരൻസിന് മക്കൾ എബ്രോഡ് പോയിരിക്കുന്നു, അച്ഛനമ്മമാര് നാട്ടിലും, മക്കൾ ഇടയ്ക്കിടയ്ക്ക് ആണ് വന്നു പോകുന്നത്, എങ്കിലും സംസാരിക്കുന്നില്ല, പഴയതുപോലെ ആകുന്നില്ല. അങ്ങനെ കരുതുന്ന പാരൻസ് തങ്ങളുടെ മക്കൾ സംസാരിക്കണം, പഴയ പോലെ ആവണം, അവർ നല്ല സ്നേഹത്തോടെ ഇരിക്കണം എന്നതിന് വേണ്ടിയിട്ടും ഈ കടുക് താന്ത്രികം ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോരോ കാലത്തില് ഇപ്പോൾ അഫെയർ ഉണ്ടായിരുന്നു, ലവ് ചെയ്ത് പിരിയുന്ന അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യാം. പിന്നെ വേറൊന്ന് ഞാൻ എടുത്തു പറയാം, ഇല്ലീഗൽ റിലേഷൻസിന്, ഇല്ലീഗൽ വിഷയങ്ങൾക്ക് നിങ്ങളിത് യൂസ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തോളുക. ന്യായമായ വിഷയങ്ങൾക്ക് യൂസ് ചെയ്താൽ നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ ബലം ഇരട്ടിക്ക് കിട്ടും. എന്നാൽ അന്യായമായ വിഷയങ്ങൾക്ക്, ഇല്ലീഗൽ റിലേഷൻസിന്, അടുത്ത വീട്ടിലെ ഒരു ഹസ്ബൻഡിനെ വേണം, ഈ വീട്ടിലെ ഒരു വൈഫിനെ എനിക്ക് വേണം എന്ന് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല. എങ്കിൽ തിരിച്ചടിയേ ഉണ്ടാകത്തുള്ളൂ. വരാഹിയമ്മൻ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് മാത്രമല്ല, ഇതൊക്കെ ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള താന്ത്രിക വഴിമുറകളാണ്. സോ ഇതെല്ലാം ആലോചിച്ച് ചെയ്തോളുക. പിന്നെ ഈ കടുക് താന്ത്രികം ആരെങ്കിലും ഒരാളിപ്പോൾ ചെയ്യുന്നു, അയാള് തുടർന്ന് 7 ദിവസം, അത് ബുധനാഴ്ചയായാലും ശരി ശനിയാഴ്ചയായാലും ശരി, തുടർന്ന് ചെയ്തു വരുന്നവർക്ക് തീർച്ചയായും നിങ്ങൾ കരുതുന്നത് എത്രയും പെട്ടെന്ന് കൈകൊടുക്കും എന്നാണ് പറയപ്പെടുന്നത്. സോ പിരിഞ്ഞവർ ഒന്നു ചേരണം, അവര് സംസാരിക്കണം, തീർത്തും പഴയ പോലെ ആവണം. അത് റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മുടെ സഹോദരങ്ങളായാലും അപ്പനമ്മമാരായാലും ശരി, സംസാരിക്കാന് നമുക്ക് അവരോട് ഒരു കോണ്ടാക്റ്റിൽ ഇരിക്കണം. അതിനു വേണ്ടിയിട്ടും നമുക്കിത് ചെയ്യാം. ഓക്കെ, ശരിയാ? ഇതില് എന്ത് ചെയ്യണമെന്നാല് ഇതിന് വേണ്ടിയത് നെരിപ്പോടാണ്. ഫസ്റ്റില് നെരിപ്പോട് വേണം. അത് തേങ്ങാ ചിരട്ട ഉണ്ടല്ലോ, അത് നെരിപ്പോട് ഉണ്ടാക്കിയിട്ട് എടുത്തോളുക. അത് മാത്രമല്ല, കേരളത്തിലൊക്കെ അടുപ്പ് ഉണ്ടാവുമല്ലോ, വിറകടുപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് അതും മതി. പുറത്തോട്ടൊക്കെ ഫ്ലാറ്റ്സിലൊക്കെ താമസിക്കുന്നവർക്ക് അതനുസരിച്ച് തേങ്ങാ ചിരട്ട വെച്ച് നിങ്ങൾ ചെയ്തോളുക. എന്താ ചെയ്യണച്ചാല് നെരിപ്പോട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് 2 കൈയിലും കുറേശ്ശെ കടുക് എടുക്കുക. ഒരു 10-12 കടുകിന് അടുത്ത് എടുക്കുക. 2 കൈയിലും എടുത്തിട്ട് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ചെസ്റ്റ് പോർഷനിൽ ഈ 2 കൈയും വച്ചിട്ട് നിങ്ങൾ വരാഹി അമ്മനക്ക് നന്നായിട്ട് പ്രേ ചെയ്ത ശേഷം പറയുക. എതിരികളുടെ പേരറിയാമെങ്കിൽ അത് പറയുക.
ഇല്ലാച്ചാൽ എനിക്കറിയാത്ത എതിരുകൾ. ഇപ്പൊ ചേരണമെന്നുള്ളവരാണെങ്കിൽ ഇവർ എന്നോട് ചേരണം. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറയുക. എന്നതിന് ശേഷം നിങ്ങൾ ഈ 2 കൈകളിലിരിക്കുന്ന കടുകും നെരിപ്പോടിലേക്ക് ഇടണം. കടുക് പടാന്ന് പൊട്ടും. സോ അത് പൊട്ടുമ്പോൾ നമ്മുടെ ആഗ്രഹം നിറവേറും എന്നതാണ് സത്യം. നിങ്ങൾ ഓരോ കൈയിലും, ഇപ്പൊ വലത് കൈയിലും ഇടത് കൈയിലും ഒരു 10-12 കടുക് എടുത്തോളുക. ശരിയാ? അത്രയും മതി. വീട്ടില് വിറകടുപ്പുള്ളവര് അത് യൂസ് ചെയ്തോളുക. അതല്ലാച്ചാല് ചിരട്ട വെച്ച് നെരിപ്പോട് ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ടോളുക. ഒരു കാരണവശാലും ഗ്യാസ് സ്റ്റൗവിലൊന്നും കൊണ്ടുപോയി ഇടരുത്. അതൊന്നും വർക്കൗട്ട് ആവത്തില്ല. ശരിയാ? ഇത് ഇപ്പൊ നമ്മള് വൈകുന്നേരം 6 മണിക്ക് മേലെയാണല്ലോ ചെയ്യുന്നത്. അത് അങ്ങനെ എന്നിട്ട് നമ്മൾ ചെയ്തെടുത്ത് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ വേസ്റ്റ് എടുത്തിട്ട് ഇതെടുത്തിട്ട് ഈ നെരിപ്പോടിൽ ഇത് എടുത്തിട്ട് നമുക്ക് വേസ്റ്റിൽ കളയാവുന്നതാണ്. അത് ഇപ്പോൾ കാൽപ്പെടാത്ത ഇടത്തിലൊന്നും എറിയണമെന്നില്ല. നിങ്ങൾ വേസ്റ്റ് എവിടെ ഇടുന്നോ അതിൽ ഇട്ടേക്കുക, ഒന്നും പ്രശ്നമില്ല. തുടർച്ചയായി 7 ആഴ്ച ഫോളോ ചെയ്യുന്നവർക്ക് അതിന്റെ ഫലം എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ശരിയാ? പിന്നെ വേറെ ഒന്നുകൂടെ പറയാനുണ്ട്. വിശ്വാസമുള്ളവർ മാത്രം ചെയ്തോളുക. ചെയ്തതിന് ശേഷം റിസൾട്ട് എന്നെ കമൻറ്റിൽ അറിയിക്കുക. ഡൗട്ടൊന്നും ഇല്ലയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളുക. ഇന്നത്തെ പതിവ് പിടിച്ചിരുന്നാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഗ്രൂപ്പ്സുകളിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.